അജിബ് ശ്രീ ജയചന്ദ്രന് എത്ര പൊതിഞ്ഞു പറഞ്ഞാലും CPM കുറെ കാലമായി പിന്തുടരുന്ന ഒരു ഇസ്ലാമോഫോബിക് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു പുരോഹിതൻ എവിടെയോ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഒരു ഭീതി ഉയർത്തുന്നത്, അത് UDFനെ നയിക്കുന്നത്, UDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള പാർട്ടികളാണ് എന്നൊരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കാൻ ഒരു 2019 മുതൽ CPM ആസൂത്രിതമായി നടത്തുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമം കഴിഞ്ഞ ഇടക്കാലത്തൊന്നും പക്ഷെ അത് എത്ര പൊതിഞ്ഞു അദ്ദേഹം എത്ര പൊതിഞ്ഞു പറഞ്ഞാലും ആ നരേറ്റീവിന്റെ ഭാഗം തന്നെയാണത്. അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞതിൽ ഒരു അപകടവും അദ്ദേഹത്തിന് കാണുന്നില്ല. എവിടെയോ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രമുഖ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് ഏത് പുരോഹിതന്റെ പേര് പോലും നമുക്കറിയാൻ മേലാത്ത ഒരാൾ പറഞ്ഞത്. മുസ്ലിം ലീഗ് വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയോ കൂടി അവരുടെ നേതാവിനെ തീരുമാനിക്കും. ആ നേതാവിന്റെ കാര്യം അവർ ഞങ്ങളോട് ചർച്ച ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. മുസ്ലിം ലീഗിന് യാതൊരു ക്ലെയിമും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് വളരെ വ്യക്തമായിരിക്കെ, മുസ്ലിം ലീഗ് വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ എവിടെയോ ഒരു പുരോഹിതൻ പറഞ്ഞു ഭീതി ഉയർത്താൻ ശ്രമിക്കുന്നത് കൃത്യമായ ഇസ്ലാമോഫോബിക് രാഷ്ട്രീയമാണ്. അത് CPM കാലാകാലങ്ങളായി പുലർത്തുന്നതാണ്. ആ രാഷ്ട്രീയത്തെ കേരളം തള്ളിക്കളഞ്ഞതാണ്. പിന്നെയും ആ രാഷ്ട്രീയത്തെ പൊതിഞ്ഞു എത്ര തേരിൽ പൊതിഞ്ഞു പറഞ്ഞാലും അത് ആ രാഷ്ട്രീയം തന്നെയാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പ്രഷർ കൊണ്ടോ ഫോഴ്സ് കൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കേരളത്തിലെ കോൺഗ്രസിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഏതാണ് എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം ആണ് UDF വിജയിച്ചാൽ ജനങ്ങൾ കോൺഗ്രസിന് നൽകുന്നത്. അപ്പോൾ കോൺഗ്രസ് ശരിയായ തീരുമാനമെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ചുമതലയാണ്. അതനുസരിച്ച് VD സതീശൻ സ്വാഭാവികമായും അതിൻ്റെ അകത്തൊരു ക്ലെയിം ഉള്ളയാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും അധികം ക്ലെയിം ഉള്ളയാളാണ്. പാർട്ടിക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഏതാണെന്നുള്ളത് പാർട്ടി എടുക്കും. അത് ആ പാർട്ടിക്ക് അതിനുള്ള അവകാശമാണ്. ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ ഒരു പാർട്ടിക്കുള്ള അവകാശമാണ്. ആ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. പക്ഷേ പാർട്ടിയെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രഷറൈസ് ചെയ്യുന്നു, പ്രത്യേകിച്ചും ഇത്തരം വർഗീയ കക്ഷികൾ പ്രഷറൈസ് ചെയ്യുന്നുള്ള വാദം അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല അതിൽ വർഗീയതയുടെ വലിയ വിഷവിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സംഘപരിവാർ പുലർത്തുന്ന രാഷ്ട്രീയം പോലെ തന്നെ സംഘപരിവാറിന്റെ നാവായി മാറുന്ന രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയമാണ് കേരളത്തെ സംഘപരിവാറിന് പാകപ്പെടുത്തിയുള്ള ഒരു മണ്ണാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് യാതൊരു അതൃപ്തിയും കാണുന്നില്ല, അദ്ദേഹത്തിന് യാതൊരു അത്ഭുതവും കാണുന്നില്ല. KM മാണി സാർ ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം ക്രിസ്തീയ പുരോഹിതന്മാർ മാണി സാർ മുഖ്യമന്ത്രിയാകണമെന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാണി സാറും ചിരിച്ചു തള്ളുമായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹം. ഇത് ഏത് പുരോഹിതനാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എവിടെയോ ഒരാൾ പറഞ്ഞു.